അതിൽ യോഗ ഞാനല്ല ഡിസ്കസ് ചെയ്യുന്നത്. യോഗ ഇനി അടുത്ത ക്ലാസ്സിൽ മാം ഡിസ്കസ് ചെയ്യും. മെഡിറ്റേഷൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, മെഡിറ്റേഷൻ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈസ്റ്റേൺ സൈക്കോളജിയിലാണ്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഈസ്റ്റേൺ സൈക്കോളജി എന്നും വെസ്റ്റേൺ സൈക്കോളജി എന്നും. വെസ്റ്റേൺ സൈക്കോളജി എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഒറിജിൻ ചെയ്തതാണ്, യൂറോപ്പിൽ ഒറിജിൻ ചെയ്തതാണ്. നമുക്കറിയാം അതിന്റെ ഫാദർ ആരാണ്, അതിനെ കുറിച്ച് ഒരുപാട് പഠിച്ചതാണ്. ഈസ്റ്റേൺ സൈക്കോളജി എന്ന് പറഞ്ഞാൽ വളരെ പഴയ കാലം മുതലേ, പ്രാചീന കാലം മുതലേയുള്ള ഒരു സൈക്കോളജിയാണ്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ മനസ്സിനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു പഠനമാണ്. ഈസ്റ്റേൺ സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്യല് ഫിലോസഫി, അതേപോലെ റിലീജിയൻ, സയൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുക. പഴയ കാലത്ത് ഉണ്ടായിരുന്ന ബുദ്ധിസം, ജൈനിസം, ഹിന്ദുയിസം, അതുപോലെ ഇസ്ലാം, സൂഫിസം, ഇതിലൊക്കെ ഉണ്ട് ഈ മെഡിറ്റേഷനെ കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഈസ്റ്റേൺ സൈക്കോളജി ഇതിൻ്റെയൊക്കെ ഭാഗമാണ്. ഇതില് ഈസ്റ്റേൺ സൈക്കോളജിയിൽ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് മെഡിറ്റേഷൻ. ഇപ്പൊ നമ്മൾ ഏത് റിലീജിയൻ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞാലും അതിലൊക്കെ തന്നെ മെഡിറ്റേഷൻ ഒരു ഭാഗമാണ്. ഇപ്പോ സൂഫിസത്തിലാണെങ്കിൽ അതിലുണ്ട്, പിന്നെ ഹിന്ദുസത്തിലെ, ക്രിസ്ത്യാനിറ്റി നോക്കാം, പിന്നെ ബുദ്ധിസം, ജൈനിസം, ഇതിലൊക്കെ മെഡിറ്റേഷൻ വളരെയധികം പ്രാധാന്യമുണ്ട്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെന്റൽ പ്രാക്ടീസ് ആണ്. നമ്മൾ ഫിസിക്കലായിട്ട് നമ്മൾ കൈയും കാലം അനക്കുകയൊന്നും ചെയ്യില്ല, മെന്റൽ പ്രാക്ടീസ് ആണ്. നമ്മളെ കോൺസെൻട്രേഷൻ, നമ്മളെ അവയർനെസ്, നമ്മളുടെ ഇമോഷണൽ കൺട്രോൾ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെന്റൽ പ്രാക്ടീസ് ആണ് എന്ത്, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. മെഡിറ്റേഷനിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മളെ നമ്മളെ സമാധാനപൂർവമായ ഒരു മൈൻഡ് കിട്ടും, റിലാക്സേഷൻ കിട്ടും, മൈൻഡ് നമ്മളെ സ്ട്രെസ് ഇല്ലാതാവും. നമ്മൾ വളരെ എന്താണ് അറ്റൻഷൻ, ഒരു പോയിന്റിൽ കൂടുതൽ നേരം അറ്റൻഷൻ കിട്ടും. അതുപോലെ നമ്മളെന്താ ഫിസിക്കൽ ഹെൽത്തിന് ഒരുപാട് സഹായകമാണ്. ഈ പഠനത്തിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, രോഗങ്ങൾ ഇല്ലാതെയാവും. അതുപോലെ നമ്മള് മാനസിക പ്രയാസങ്ങള്, പിരിമുറുക്കങ്ങള്, ഇതൊക്കെ ഈ എന്തിലൂടെ ഇല്ലാതാക്കാൻ കഴിയും, ഈ എന്താണ് മെഡിറ്റേഷനിലൂടെ ഇല്ലാതാക്കാൻ കഴിയും. ഇപ്പോ ഓരോ റിലീജിയനും ഓരോ രീതി. അപ്പൊ സൂഫിസത്തിലൊക്കെ മുറാക്കബ എന്ന് പറയാറുണ്ട്, അതുപോലെ ധ്യാനം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഒക്കെ ഈ മെഡിറ്റേഷന്റെ പല പല വേർഷനാണ്. ഈ നമുക്ക് മെഡിറ്റേഷനെ ജനറലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. രണ്ടെണ്ണല്ല, ഒരുപാട് തരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്, പല തരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. പ്രധാനമായും രണ്ട് തരത്തിലാണ് മെഡിറ്റേഷനെ എല്ലാ മേഖലയിലും ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഫോക്കസ്ഡ് അറ്റൻഷൻ മെഡിറ്റേഷൻ. എന്താണ് ഫോക്കസ്ഡ് അറ്റൻഷൻ മെഡിറ്റേഷൻ? രണ്ടാമത്തതാണ് ഓപ്പൺ മോണിറ്ററിങ് മെഡിറ്റേഷൻ. ഷോർട്ട് ഫോം നമുക്ക് ഫോക്കസ്ഡ് അറ്റൻഷൻ എന്താ FA എന്ന് പറയാം, ഓപ്പൺ മോണിറ്ററിങ്ങിനെ നമുക്ക് OM എന്ന് പറയാം. ഇതിൽ ഫോക്കസ്ഡ് അറ്റൻഷൻ മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആള് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവിലേക്കോ, ഏതെങ്കിലും ഒരു തോട്ടിലേക്കോ, അല്ലെങ്കിൽ ബ്രീത്തിങ്ങിലേക്കോ, ഏതെങ്കിലും ഒന്നിലേക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യുന്നതിനെയാണ് എന്താ പറയാ, ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നതിനാണ് എന്താ പറയാ, ഫോക്കസ്ഡ് അറ്റൻഷൻ മെഡിറ്റേഷൻ എന്ന് പറയാം. ജനറലി ആളുകള് ബ്രീത്തിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യാണ് ചെയ്യുക, കണ്ണടച്ചിരുന്നിട്ട്. ഇപ്പോ പല രീതിയിലും പല രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. അപ്പൊ സാധാരണ വജ്രാസനത്തിലൊക്കെ ഇരുന്നിട്ട് ചെയ്യാറുണ്ട്, കസേരയിൽ എങ്ങനെയും ചെയ്യാറുണ്ട്. ഇവിടെ ഫോക്കസ്ഡ് മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഒബ്ജക്റ്റീവിലേക്കോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിന്തയിലേക്കോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രീത്തിങ് എടുക്കാം, ബ്രീത്തിങ്ങിലേക്കോ ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ശരീരത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കോ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മെഡിറ്റേഷൻ ആണ് എന്താ പറയാ, ഫോക്കസ്ഡ് അറ്റൻഷൻ മെഡിറ്റേഷൻ. ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കാൻഡിൽ ലൈറ്റിന്റെ ഈ ലൈറ്റിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടൊക്കെ എന്ത് ചെയ്യാം, മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അത് ഓരോ തരത്തിലാണ്, നമുക്ക് ഏത് വേണം, ഏതെങ്കിലും ഒരു പോയിന്റിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുക അവിടെ. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ അറ്റൻഷൻ എന്ത് ചെയ്യാം, കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ പറ്റും.
അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ആൻസൈറ്റി കുറക്കാൻ പറ്റും, നമ്മളെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ഇതിലൂടെ സാധിക്കും. രണ്ടാമത്തെ മെത്തേഡാണ് എന്ത്, ഓപ്പൺ മോണിറ്ററിങ് മെഡിറ്റേഷൻ. ഓപ്പൺ മോണിറ്ററിങ് മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മെഡിറ്റേറ്റ് ചെയ്യുന്ന ആള് ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യൂല. അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ മനസ്സിനെ ഫ്രീ ആയിട്ട് വിടും. അദ്ദേഹത്തിന്റെ തോട്ട്, പഞ്ചേന്ദ്രിയങ്ങള്, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, ഇതിലേക്കൊക്കെ അദ്ദേഹം എന്ത് ചെയ്യും, ശ്രമിച്ചുകൊണ്ടിരിക്കും നിരന്തരം. ഒരു മനുഷ്യന്റെ ചിന്തയില് ഓരോ സെക്കൻഡും നിരന്തരം ഒരുപാട് ചിന്തകൾ വന്നും പോയി നിൽക്കും. അതേപോലെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ എക്സ്പീരിയൻസുകൾ ഉണ്ടാവും, ചൂട്, തണുപ്പ്, കാറ്റ്, ഇങ്ങനെ ഓരോ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു വ്യക്തി കണ്ണടച്ച് തൻ്റെ സെൻസറി ഓർഗനിലേക്കോ അതുപോലെ തൻ്റെ എക്സ്പീരിയൻസിലേക്കും തൻ്റെ തോട്ടിലേക്കും ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, ഫ്രീ ആക്കിക്കൊണ്ട് ശ്രദ്ധിക്കണേനാണ് എന്ത് പറയാം, ഓപ്പൺ മോണിറ്ററിങ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്കല്ല ശ്രദ്ധിക്കുന്നത്, എന്താണോ മൈൻഡിൽ വരുന്നത് അതൊക്കെ ശ്രദ്ധിക്കും. ഒന്നിനെ എന്ത് ചെയ്യില്ല, തടഞ്ഞു നിർത്തൂല, ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ വരുന്ന ചിന്തയിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യും, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. വേറെ ചിന്ത വന്നാൽ വേറെ ചിന്ത, അങ്ങനെ ഇതിനാണ് എന്താ പറയാ, ഓപ്പൺ മോണിറ്ററിങ് മെഡിറ്റേഷൻ എന്ന് പറയാം. ഇത് വിശാലമായി പറയേണ്ട ആവശ്യമൊന്നുമില്ല, രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുക, ഒന്ന് ഫോക്കസ്ഡ് അല്ലാതെ മൈൻഡിനെ ഫ്രീ ആയിട്ട് വിടാം. അങ്ങനെ രണ്ട് തരത്തിലുള്ള മെഡിറ്റേഷൻ ആണ്. പിന്നെ ഇതല്ലാതെ തന്നെ വേറെ ഒരുപാട് തരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. ഈ മെഡിറ്റേഷൻസ് ഒക്കെ നേരത്തെ പറഞ്ഞ രണ്ട് മെഡിറ്റേഷനിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അതിലൊന്നാണെന്ത്, ഇനി നമുക്ക് അതർ ഫോംസ് ഓഫ് മെഡിറ്റേഷൻസ് നോക്കാം. ഒന്നാണെന്ത്, ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ, മെറ്റ ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാല്, ഒരു വ്യക്തി എന്ത് ചെയ്യാം, സ്നേഹം, കമ്പാഷൻ, കൈൻഡ്നസ്, ഒരു വ്യക്തി തന്നോടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോടോ സ്നേഹം, അതുപോലെ കമ്പാഷൻ, അതുപോലെ തന്നെ എന്താണ് കൈൻഡ്നസ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നതിനാണ് എന്ത് പറയാം, ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് എന്നോടുള്ള ഞാൻ എന്ത് ചെയ്യാം, മെഡിറ്റേറ്റ് ചെയ്യാം എനിക്ക് എന്നോടുള്ള സ്നേഹത്തെ കുറിച്ച്, അല്ലെങ്കിൽ എനിക്ക് വേറെ ആളോട് സ്നേഹത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, മെഡിറ്റേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് മെത്തേഡാണ്. അടുത്താണ് ബോഡി സ്കാൻ മെഡിറ്റേഷൻ. ബോഡി സ്കാൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് മറ്റൊരു തരത്തിലുള്ള മെഡിറ്റേഷൻ ആണ്. ഇത് കണ്ണടച്ചിരുന്നുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മളെ ശരീരത്തിന്റെ തല മുതൽ കാലിലെ വിരല് വരെയുള്ള ഓരോ പോയിന്റും ഫോക്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, മെഡിറ്റേറ്റ് ചെയ്യാം. ഓരോ പോയിന്റ് ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം കണ്ണടച്ചിരുന്നിട്ട് എന്ത് ചെയ്യാ, കണ്ണിലേക്ക് മാത്രം ശ്രദ്ധിക്കുക, പിന്നെ കാതിലേക്ക് ശ്രദ്ധിക്കുക, പിന്നെ ചുണ്ടിലേക്ക്, അങ്ങനെയുള്ള ഓരോ അവയവത്തിലേക്കും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കുറച്ചു നേരം, ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്. അപ്പോ ചെവിയിലേക്കാണെങ്കിൽ ചെവിയിലേക്ക് മാത്രം, കണ്ണിലേക്കാണെങ്കിൽ കണ്ണിലേക്ക് മാത്രം, മൂക്കിലേക്കാണെങ്കിൽ മൂക്കിലേക്ക് മാത്രം, അങ്ങനെ ഓരോ അവയവത്തിലേക്കും കണ്ണടച്ചിരുന്നുകൊണ്ട് ശ്രദ്ധിക്കുന്നതിനാണ് എന്ത് പറയാം, ബോഡി സ്കാൻ മെഡിറ്റേഷൻ എന്ന് പറയാം. ഇതിലൂടെ നമ്മളെ ടെൻഷൻസ് ഇല്ലാതാവും, വേദനകൾ ഇല്ലാതാവും, റിലാക്സേഷൻ കിട്ടുകയൊക്കെ ചെയ്യും. ഇതൊക്കെയാണ് ഇതിന്റെ മെത്തേഡ്. പിന്നെ അടുത്തതാണ് മൂന്നാമത്തെ മെത്തേഡാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് മെഡിറ്റേഷനിൽ വരുന്ന തന്നെയാണ്. പാസ്റ്റിലേക്കും പോകാൻ പാടില്ല, ഫ്യൂച്ചറിലേക്കും പോകാൻ പാടില്ല. പ്രസന്റ് മൂമെന്റിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, പ്രസന്റ് മൂമെന്റിലേക്ക് മാത്രം ശ്രദ്ധിക്കാം. പഴയ കാര്യം ഓർക്കരുത്, വരാൻ പോകുന്ന കാര്യം ഓർക്കരുത്. ആ ഫോക്കസിൽ ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ, ഒരു പ്രഡിക്ഷനും ഇല്ലാതെ, ഇതിങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും, ഇതുകൊണ്ടല്ല ഇങ്ങനെ വന്നത്, അങ്ങനെയുള്ള മുൻപത്തെ കാര്യം ചിന്തിക്കാൻ പാടില്ല. മുൻപിലേക്കും ബാക്കിലേക്കും നോക്കാതെ പ്രസന്റ് മൂമെന്റിൽ മാത്രം നിൽക്കുന്നതിനാണ് എന്ത് പറയാം, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയാം. ഇതിങ്ങനെയല്ല, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാറുണ്ട്. നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് ആയതുകൊണ്ട് ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഇത് ഓരോന്നും ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട്. ഇത് ശരിക്ക് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ടതാണ്. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക്കാണ്
ഇപ്പൊ നമ്മൾ പഠിച്ചു മെഡിറ്റേഷൻ എന്താണെന്ന് പഠിച്ചു, ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻ രണ്ടെണ്ണം പഠിച്ചു, പിന്നെ അതല്ലാത്ത മറ്റു കുറച്ച് മെഡിറ്റേഷൻസും കൂടി പഠിച്ചു. ഇതൊന്നും അല്ല, ഒരുപാട് എണ്ണം ഉണ്ട്. പിന്നെ അടുത്ത് നമുക്ക് പതാഞ്ജലിയുടെ എന്താണ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്സിനെ കുറിച്ച്, പതാഞ്ജലി എന്താണ് മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞിട്ട് നോക്കാം. ഓക്കെ, പതാഞ്ജലി പറയുന്നത്, പതാഞ്ജലി ആരാണ് അത് നിങ്ങൾ നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു മിനിറ്റ്, എന്താ നമ്മൾ പറഞ്ഞു, പതാഞ്ജലി ആരാണെന്നും അദ്ദേഹത്തിന്റെ പൂർണ്ണമായ എക്സ്പ്ലനേഷൻ നമുക്ക് എന്ത് ചെയ്യാം, യോഗ പറയുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഇത് ശരിക്കും യോഗ പറഞ്ഞിട്ട് പറയേണ്ടതാണ്. യോഗ മാം എന്ത് ചെയ്യും, നാളെ മറ്റന്നാളെ എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ പറയും. ഒരാൾക്ക് നമ്മൾ എന്താ മോക്ഷം കിട്ടുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ മോക്ഷം കിട്ടുന്നതിന് ആവശ്യമായ ഒരു ഘടകമാണ് മെഡിറ്റേഷൻ എന്നാണ് ആര് വിശ്വസിക്കുന്നത്, പതാഞ്ജലി വിശ്വസിക്കുന്നത്. മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ മരിച്ചു പോകുന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, സെൽഫ് റിയലൈസേഷനെയാണ് മോക്ഷം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോക്ഷ എന്ന കൺസെപ്റ്റിന് ഒരുപാട് മീനിങ്ങുകളുണ്ട്. ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ ഓരോ റിലീജിയനിലും മോക്ഷമുണ്ട്, പക്ഷെ അത് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. സ്വയത്തെ തിരിച്ചറിയുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ഓരോന്നിലും ഓരോ ഡെഫിനിഷൻ ഉണ്ടായിരിക്കും. നമുക്ക് ഏതായാലും ഇതിനെ കുറിച്ച് വിശദീകരിച്ച് പറയാം. ഇദ്ദേഹത്തിന്റെ, അതായത് പതാഞ്ജലിയുടെ അഷ്ടാംഗ യോഗ, അതായത് 8 limbs ഓഫ് യോഗ, ഇതിലാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം മെഡിറ്റേഷനെ കുറിച്ച് വിശദീകരിക്കുന്നത്. ഓക്കെ, ഈ അഷ്ടാംഗ യോഗയെ കുറിച്ച് എന്ത് ചെയ്യും, യോഗ എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വിശദമായി പറയുന്നുണ്ട്. ഓക്കെ, ഇദ്ദേഹം നമ്മൾക്ക് ഇപ്പോ മെഡിറ്റേഷനെ കുറിച്ച് മാത്രമാണ് പറയാനുള്ളത്, അതുകൊണ്ട് അത് മാത്രം ഡിസ്കസ് ചെയ്യാണ്. ഇദ്ദേഹം ഈ മെഡിറ്റേറ്റീവ് പ്രോസസ്സുകളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ PDF നോക്കിയാൽ കാണാൻ കഴിയും. ഒന്നാണെന്ത്, ധാരണ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ. രണ്ടാമത്തേതാണ് ധ്യാന അല്ലെങ്കിൽ മെഡിറ്റേഷൻ. മൂന്നാമത്താണ് സമാധി അല്ലെങ്കിൽ ഡീപ്പ് അബ്സോർപ്ഷൻ. ഈ സമാധി അല്ലെങ്കിൽ മോക്ഷം എന്നൊക്കെ ജനറൽ ആളുകൾ വിചാരിക്കുക എന്താണ്, മരണപ്പെട്ട് കഴിഞ്ഞാൽ മോക്ഷം കിട്ടും, അങ്ങനെ കുറെ കാര്യങ്ങളാണ്. ഇവിടെ ഇതിനൊക്കെ ഡീപ്പായിട്ടുള്ള ഒരുപാട് മീനിങ്ങുകളുണ്ട്. സമാധി എന്നൊക്കെ പറഞ്ഞു നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ആണ് ധാരണ. ഈ മൂന്നും കൂടിയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ത്, യഥാർത്ഥത്തിൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടമല്ല. യഥാർത്ഥത്തിൽ മെഡിറ്റേഷനിലേക്കുള്ള ഒരു യാത്രയാണെന്ത് ഈ 3 ഘട്ടങ്ങൾ. ഈ ധാരണയിൽ നിന്ന് തുടങ്ങിയിട്ട് സമാധിയിൽ അവസാനിക്കുന്ന ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ മെഡിറ്റേഷൻ. അങ്ങനെ നമുക്ക് വിശ്വസിക്കാം, അങ്ങനെ പറയാം. ഇപ്പോ ഫസ്റ്റ് ആണ് ധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോധപൂർവം ഇന്റൻഷനലി ഒരു പോയിന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളെ മൈൻഡിനെ ഒരു പോയിന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ പഠിക്കുന്ന തുടക്കഘട്ടത്തെയാണ് എന്ത് പറയാം, ധാരണ എന്ന് പറയാം. ഒരു വ്യക്തി ഇനീഷ്യൽ സ്റ്റേജിൽ എന്ത് ചെയ്യും, മൈൻഡിനെ ഒരു പോയിന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടി, ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ലാതെ ഒരു പോയിന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യും, ആ വ്യക്തിക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരാറുണ്ടാവും. ഇപ്പൊ നമ്മൾ തുടക്കത്തില് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഒരുപാട് ചിന്തകൾ വരും, പുറത്തൊരുപാട് ശബ്ദങ്ങൾ കേൾക്കും. ഇതൊക്കെ നമുക്ക് എന്തുണ്ടാവും, ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കും. ഈ ഘട്ടത്തിൽ, ധാരണയുടെ ഘട്ടത്തിൽ, കോൺസെൻട്രേഷന്റെ ഘട്ടത്തിൽ ഈ വ്യക്തി ബോധപൂർവം ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് ഇദ്ദേഹത്തിന് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരാനും സാധ്യത ഉണ്ട്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ, ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിലേക്ക് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എന്താണ് ഒരുപാട് പോയിന്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതെങ്കിലും വിഷ്വൽ ഒബ്ജക്റ്റീവിലേക്ക് ശ്രദ്ധിക്കുക. ഇതിനാണ് എന്ത് പറയാം, ധാരണ എന്ന് പറയാം. ഇവിടെ ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു വ്യക്തി മെഡിറ്റേറ്റർ തന്റെ ഡിസ്ട്രാക്ഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് എന്ത് ചെയ്യും, ഇദ്ദേഹം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഡിസ്ട്രാക്ഷൻസ് വരും. ഡിസ്ട്രാക്ഷൻസിനെ ഇല്ലാതാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു പോയിന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് എന്ത് പറയാം, ഫസ്റ്റ് ഘട്ടത്തെയാണ് ധാരണ എന്ന് പറയാം. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജ് ആണ്. ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, എന്ത് ചെയ്യും, ഒരു സാധനത്തിലേക്ക് തന്നെ എന്ത് ചെയ്യും,
ഫോക്കസ് ചെയ്യും. ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സ് വീണ്ടും എന്ത് ചെയ്യും, പല കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും, ബോധപൂർവം ആ പോയിന്റിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും ഡിസ്ട്രാക്ട് ചെയ്യപ്പെടും. വീണ്ടും ആ പോയിന്റിലേക്ക് തന്നെ എന്ത് ചെയ്യും, ആ വ്യക്തി ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെ ഡിസ്ട്രാക്ട് വരികയും ഫോക്കസ് ചെയ്യുകയും വീണ്ടും ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്ന ഈ പ്രോസസ്സാണ് ധാരണ. അടുത്താണ് ധ്യാനം. ധ്യാനം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടമാണ്. മെഡിറ്റേഷന് ഇതിനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മെഡിറ്റേഷന്റെ തുടക്കം ധാരണയാണ്, ഏറ്റവും അവസാന ഘട്ടമാണ് സമാധി. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അൺബ്രോക്കൺ ഫ്ലോ ഓഫ് കോൺസെൻട്രേഷൻ ആണ് ഇതിന് പറയാം. ധാരണ എന്ന് പറഞ്ഞാൽ അൺബ്രോക്കൺ ഫ്ലോ ഓഫ് കോൺസെൻട്രേഷൻ. എത്ര ഡിസ്ട്രാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാലും ഈ വ്യക്തിയെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ശരീരത്തിന്റെ പുറത്തുള്ള ശബ്ദങ്ങളാണെങ്കിലും ശരീരത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ചിന്തകളാണെങ്കിലും ഈ വ്യക്തിയെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ വ്യക്തി എത്തിച്ചേരും. ഒരു പോയിന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന ഒരു കഴിവ് ആ വ്യക്തിക്ക് കിട്ടും. ആ വ്യക്തി ഏതിലാണോ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തത്, ആ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് പിന്നെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരില്ല. ആ പോയിന്റിലേക്ക് ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വമേധയാ ശ്രദ്ധിക്കാൻ കഴിയുന്നൊരു ഘട്ടം വരും. ഒരു ഡിസ്ട്രാക്ഷനും ആ വ്യക്തി എന്ത് ചെയ്യില്ല, എഫക്ട് ചെയ്യില്ല. ഈ ഘട്ടത്തെയാണ് എന്ന് പറയാം ധ്യാന എന്ന് പറയാം. ഒരു എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയായിരിക്കും ധ്യാന എന്ന ഘട്ടത്തിൽ ഈ വ്യക്തിക്ക് ഉണ്ടാവാം. നമ്മൾ നേരത്തെ പറഞ്ഞ ധാരണ എന്ന ഘട്ടത്തിൽ ഒരു വ്യക്തിയിൽ എന്ത് ചെയ്യും, ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് എന്ത് ചെയ്യണം, ആ വ്യക്തിക്ക് എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. പക്ഷെ രണ്ടാമത്തെ ഘട്ടം ധ്യാന എന്ന ഘട്ടത്തിൽ എത്തുമ്പോൾ ആ വ്യക്തിക്ക് എന്ത് ചെയ്യണ്ട, ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, സ്പോണ്ടേനിയസ് ആയിട്ട് അൺഇന്ററപ്റ്റഡ് ആയിട്ട്, അതായത് ഒരിക്കലും ഇന്ററപ്റ്റ് ചെയ്യപ്പെടാത്ത രീതിയിൽ സ്പോണ്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യും, ഈ വ്യക്തിക്ക് ഓട്ടോമാറ്റിക് ഫോക്കസ് കിട്ടും. ഇതാണെന്ന് രണ്ടാമത്തെ ഘട്ടം. ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യാം, ഇദ്ദേഹത്തിന്റെ ചിന്തകളൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഘട്ടത്തിൽ വരും. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ പൂർണ്ണമായും എന്ത് ചെയ്യും, ഒരു സൈലൻസ് രൂപപ്പെടും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എക്സ്റ്റേണൽ തോട്ടിനെയും ഇന്റേണൽ തോട്ടിനെ കുറിച്ച് ഇദ്ദേഹത്തിന് ഒന്നും ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഇദ്ദേഹത്തിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവും, മൈൻഡിന് ഒരു പ്യൂരിറ്റി ഉണ്ടാവും. ഇദ്ദേഹത്തിന് ഒരു പ്യൂരിറ്റി ഉണ്ടാവും. പിന്നെ അതേപോലെ മൈൻഡിന് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവില്ല. സങ്കടം വർദ്ധിക്കുക, സന്തോഷം കൂടുക, ഇങ്ങനെ നമ്മളെ മൈൻഡ് പല സമയത്തും ഫ്ലക്ച്വേറ്റ് ചെയ്ത്, അതായത് ഇങ്ങനെ എന്ത് ചെയ്യും, കൂടിയും കുറഞ്ഞും നിൽക്കുന്നുണ്ട്. ചില സമയത്ത് അമിത ആവേശം ഉണ്ടാവും, ചില സമയത്ത് അമിതമായ സങ്കടം ഉണ്ടാവും, സന്തോഷം, സങ്കടം, വെറുപ്പ്, ദേഷ്യം, ഇതൊക്കെ ഓരോ ഫ്ലക്ച്വേഷൻസ് ആണ്. ഇങ്ങനെ ഫ്ലക്ച്വേഷൻസ് ഇല്ലാതെ ഒരു കാമായിട്ടുള്ള ഒരു ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടമാണ് സമാധി. സമാധിക്ക് നമുക്ക് ഡീപ്പ് അബ്സോർപ്ഷൻ എന്ന് പറയാം. ഇവിടെ ടോട്ടലായിട്ട് ഇവിടെ ഇത് നമുക്ക് ഇവിടെ പറയുന്നത് വെച്ചാല് ഇവിടെ ഒരു ലയനം സംഭവിക്കുന്നുണ്ട്. ലയനം ഇപ്പോ സൂഫിസത്തില് ഫന എന്നൊക്കെ പറയാറുണ്ട്. ലയനം സംഭവിക്കും. ഇവിടെ ഫോക്കസ് ചെയ്യുന്ന വ്യക്തിയും ഫോക്കസ് ചെയ്യപ്പെടുന്ന വസ്തുവും രണ്ടല്ലാതാവുന്ന ഒരു ഘട്ടം വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിശാലമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഘട്ടമാണ് മെഡിറ്റേഷൻസും. ഇതിലൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറയാൻ കഴിയും. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു പേനിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ പേനയും ഫോക്കസ് ചെയ്യുന്ന വ്യക്തിയും ഒന്നായി മാറുന്ന ഒരു ഘട്ടം വരും. ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യും, ഈ ഫോക്കസ് ഈ വ്യക്തിയെ ഇല്ലാതാക്കും. ഈ വ്യക്തിയും തന്റെ ചുറ്റുപാടുമുള്ള ഒബ്ജക്റ്റും ഒന്നായി മാറുന്ന ഒരു ഘട്ടം വരും. അതിനാണ് എന്ത് പറയാം, സമാധി എന്ന് പറയാം. ഇവിടെ എന്ത് ചെയ്യും, പൂർണ്ണമായും ഇല്ലാതാവുന്ന ഘട്ടത്തിനാണ്
ഒരു സ്റ്റേറ്റ് ഓഫ് യൂണിറ്റി അല്ലെങ്കിൽ ഒൺനെസ് അവിടെ കാണപ്പെടും. അവിടെ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, രണ്ടില്ലാത്ത ഒരു ഘട്ടം വരും. അത് എങ്ങനെയാന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് വിശദീകരിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. മാത്രമല്ല ഇതൊക്കെ ഫിലോസഫികളാണ്. ഫിലോസഫി, റിലീജിയൻ, സയൻസ്, ഇതൊക്കെ പാടെ കൂടിയതാണ് ഈസ്റ്റേൺ സൈക്കോളജി എന്ന് പറയുന്നത്. കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല, കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഒൺനെസ്, ഒരു യൂണിറ്റി അല്ലെങ്കിൽ ഒൺനെസ് അവിടെ ഉണ്ടാവും. അവിടെ ഫോക്കസ് ചെയ്യപ്പെടുന്ന വ്യക്തിയും ഫോക്കസ് ചെയ്യുന്ന വസ്തുവും ഒന്നായി മാറും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആ വ്യക്തി സ്വയം ഇല്ലാതായിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു ലയനം സംഭവിക്കുന്നത്. ഓക്കെ, സമാധി തന്നെ പല ഘട്ടത്തിലുണ്ട്, പല രീതിയിലുള്ള സമാധികൾ ഇദ്ദേഹം പറയുന്നുണ്ട്. ആര്, പതാഞ്ജലി സമാധി എന്ന സ്റ്റേജിനെ രണ്ട് തരത്തിലുള്ള സമാധികൾ പറയുന്നുണ്ട്. ഒന്നാണെന്ത്, സവികൽപ്പ സമാധി. സവികൽപ്പ സമാധി, SAVIKALPA, സവികൽപ്പ സമാധി. സവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ സമാധിയുടെ തുടക്കഘട്ടമാണ്. അവിടെ എന്ത് ചെയ്യും, ഇവിടെ മെഡിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തിയും എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് ആ വ്യക്തിയും രണ്ടായിരിക്കും, പക്ഷെ ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. അതിനാണ് എന്ത് പറയാ, സവികൽപ്പ സമാധി എന്ന് പറയാം. ഇതിന്റെ എക്സ്പ്ലനേഷൻ വിശാലമാണ്, പറഞ്ഞാൽ വിശാലമായി പഠിച്ചാൽ അത് ക്ലാരിറ്റി കിട്ടുള്ളൂ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഒബ്ജക്റ്റും മെഡിറ്റേറ്ററും രണ്ടായിരിക്കും, പക്ഷെ അവരെന്തായിരിക്കും, അവർ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. ഒരു വ്യക്തി ഒരു വസ്തുവിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ആ വ്യക്തിയും ആ വസ്തുവും അവിടെ രണ്ടായിട്ട് തന്നെ നിൽക്കാം, പക്ഷെ രണ്ടാണെങ്കിലും അവർ തമ്മിലൊരു ബന്ധമുള്ള പോലെ നിൽക്കുന്നതിനാണ് എന്ത് പറയാം, സവികൽപ്പ സമാധി. കൂടുതൽ വിശദീകരിച്ചു കഴിഞ്ഞാൽ ചെളി മാറും. അടുത്തത് നിർവികൽപ്പ സമാധി. നിർവികൽപ്പ സമാധി, NIRVIKALPA, സമാധി. ഇതിൽ സമാധിയുടെ രണ്ടാമത്തെയും ഏറ്റവും ഉയർന്ന ഘട്ടമാണ് ഉണ്ടാവുക. ഇവിടെ എന്താണ്, പൂർണ്ണമായും എന്ത് ചെയ്യാം, ഡീപ്പർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് ഇവിടെ ഉണ്ടാവുക. ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടാവില്ല. ഫോക്കസ് ചെയ്യുന്ന വസ്തുവും ഫോക്കസ് ചെയ്യപ്പെടുന്ന വസ്തുവും തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാവില്ല, ഒൺനെസ് ഇവിടെ ഉണ്ടാവും. അതിനാണ് എന്ത് പറയാ, രണ്ടാമത്തെ നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത്. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഇക്കണോന്റെ മെറ്റീരിയൽ വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ധാരണ കിട്ടും. ഇനി അത് വ്യക്തമല്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം, ഒരുപാട് പുസ്തകങ്ങൾ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൂന്ന് ഘട്ടങ്ങളാണ്: ധാരണ, ധ്യാന, സമാധി. ധാരണ ഇതിന്റെ തുടക്കമാണ്. അവിടെ മെഡിറ്റേഷന് വേണ്ടി പ്രയത്നിക്കുന്ന ഘട്ടമാണ്. അവിടെ ആ വ്യക്തിക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്, എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ധാരണ, ധ്യാന എന്ന ഘട്ടത്തിൽ ഇദ്ദേഹത്തിന് എഫേർട്ട് എടുക്കേണ്ടി വരുന്നില്ല, ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഈ ഫോക്കസ് അദ്ദേഹത്തിന് കിട്ടും. മൂന്നാമത്തെ സമാധി എന്ന് പറയുന്ന ഘട്ടമാകുമ്പോഴേക്ക് ഇത് ഏറ്റവും പീക്ക് എക്സ്പീരിയൻസ് ഇവിടെ ആ വ്യക്തിക്ക് ഉണ്ടാവും. പീക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഒരു ലയനം സംഭവിക്കുന്ന ഘട്ടത്തിലേക്ക് ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഇതൊക്കെയാണ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ബെനിഫിറ്റ്സ് ഓഫ് മെഡിറ്റേഷൻ. ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫിസിക്കലായിട്ടും മെന്റലായിട്ടും ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ്, റെഡ്യൂസിങ് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ആൻസൈറ്റി, സ്ട്രെസ്, ഇതൊക്കെ എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ ശരീരം കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് നമ്മളെ ബോഡി കാമായിട്ട് മാറും. അതെന്ത് ചെയ്യും, നമ്മളെ ശരീരത്തിനും മൈൻഡിനും എന്ത് ചെയ്യും, ഒരു കാംനെസ് കിട്ടും. അത് നമ്മളെ സ്ട്രെസ് കുറക്കാൻ കാരണമാവും. ആൻസൈറ്റി ഡിസോർഡർ, ജനറൽ സ്ട്രെസ്, പാനിക് അറ്റാക്കുകൾ, ഇതൊക്കെ ഇല്ലാതാക്കാൻ എന്ത് സഹായിക്കും, മെഡിറ്റേഷൻ സഹായിക്കും. പിന്നെ എൻഹാൻസിങ്
ഇമോഷണൽ ഹെൽത്ത്. നമ്മൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ എന്ത് സഹായിക്കും? ഈ മെഡിറ്റേഷൻ സഹായിക്കും. ചില ആളുകൾക്ക് ദേഷ്യം കൂടുതലായിരിക്കും, ചില ആളുകൾക്ക് ഭയം, ടെൻഷന്, ദേഷ്യം, വെറുപ്പ്, അസൂയ, അങ്ങനെ ഒരുപാട് മാനസികമായിട്ടുള്ള രോഗങ്ങൾ എന്ന് പറയാം. സൂഫിസത്തിൽ ഇത് രോഗങ്ങൾ എന്നാണ് പറയുന്നത്. ഒരുപാട് രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങള് അല്ലെങ്കിൽ എന്താണ് ഇമോഷണൽ പ്രോബ്ലംസ്, ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ കഴിയും മെഡിറ്റേഷനിലൂടെ. അടുത്തത് ഇൻക്രീസിങ് സെൽഫ് അവയർനെസ്. സെൽഫ് അവയർനെസ് ഉണ്ടാക്കാൻ കഴിയും. ഈ സെൽഫ് അവയർനെസ്, സ്വയത്തെ കുറിച്ചുള്ള അവയർനെസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്, എന്റെ തോട്ട് പാറ്റേണുകൾ, എന്റെ ബിഹേവിയർ, എന്റെ ഇമോഷൻസ്. ഇനി നമുക്കിത് കൂടുതൽ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ആരാണ്, ഇപ്പൊ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, തത്വമസി, അങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകൾ പറയുന്നുണ്ട്. അതുപോലെ ഇപ്പൊ സൂഫിസത്തിനും പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഓരോ റിലീജിയനും സ്വയത്തെ കുറിച്ച്, സെൽഫിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് ഓരോ മീനിങ് ആണ്. ഇപ്പോ ഞാൻ ദൈവമാണെന്നൊക്കെ പല റിലീജിയനിലും പറയുന്നുണ്ട്. അദ്വൈതം, ദ്വൈതം എന്നൊക്കെ പറഞ്ഞ കുറെ കൺസെപ്റ്റുകൾ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിനെ കുറിച്ചും ശരീരത്തിനെ കുറിച്ചും തോട്ട് പാറ്റേണിനെ കുറിച്ചും മാത്രമല്ല, നമ്മളെ ആന്തരികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും റിലീജിയനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇത് ഫിലോസഫിയുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ കൂടുതൽ പഠിക്കാനുണ്ട്. അടുത്തൊരു ബെനിഫിറ്റ് ആണ് ലെങ്തനിങ് അറ്റൻഷൻ സ്പാൻ. ഇത് നമ്മൾ വിദ്യാർത്ഥികൾ, അധ്യാപകരൊക്കെ ആണെങ്കിൽ, ഏത് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അറ്റൻഷൻ സ്പാൻ വർദ്ധിപ്പിക്കാൻ പറ്റും. ഏത് ഒരു പോയിന്റിലേക്ക് നമുക്ക് കൂടുതൽ നേരം ഫോക്കസ് ചെയ്തിരിക്കാൻ കഴിയും. സാധാരണഗതിയിൽ ഒരു നിശ്ചിത സമയം മാത്രമേ നമുക്ക് ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയൂ. പക്ഷെ നമ്മൾ റെഗുലർ ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ അറ്റൻഷൻ സ്പാൻ അതായത് ഒരു ഫോണിലേക്ക് തന്നെ കൂടുതൽ നേരം ശ്രദ്ധിക്കാൻ കഴിയും. പിന്നെ മറ്റൊരു ഗുണമാണെന്ത്? ഇംപ്രൂവിങ് സ്ലീപ്പ്. ഉറക്കം മെച്ചപ്പെടുത്താൻ പറ്റും. സാധാരണഗതിയിൽ ഉറക്കം കിട്ടുക എങ്ങനെയാണ്? നമ്മളെ മൈൻഡ് കാം ആൻഡ് ക്വൈറ്റ് ആവുന്ന സമയത്താണല്ലോ നമുക്ക് ഉറക്കം കിട്ടുക. നമ്മളെ മനസ്സിൽ അനാവശ്യമായ ഒരുപാട് ചിന്താഗതികളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറക്കാൻ കഴിയില്ല. ഇത് നമ്മളെ ഉറക്കം കെടുത്തുന്ന കാര്യങ്ങളാണ്. ഈ ഉറക്കം ഒരുപാട് നേരം ഉറങ്ങുന്നല്ല ഉദ്ദേശിച്ചത് കേട്ടോ. കിടക്കുന്ന സമയത്ത് തന്നെ ഉറക്കം കിട്ടും. ആ സമയമായി കഴിഞ്ഞാൽ ഉണരാനും കഴിയും. നല്ല ആരോഗ്യകരമായ ഉറക്കം കിട്ടും. അടുത്താണത് റെഡ്യൂസിങ് ഏജ് റിലേറ്റഡ് മെമ്മറി ലോസ്. വാർദ്ധക്യം വരുന്നതിനോടനുബന്ധിച്ച് നമുക്ക് ഒരുപാട് ഫിസിക്കൽ, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരാറുണ്ട്. അതിലൊന്നാണ് മെമ്മറി ലോസ്, പഴയ മറന്നു പോവുക. ഇങ്ങനെ ഇത് മാത്രമല്ല, നമ്മളെ ശാരീരികമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ നമ്മൾ ഏജ്ഡ് ആവുന്നതിനനുസരിച്ച് വരാറുണ്ട്. ഒരാള് ബോഡിയിൽ ഒരുപാട് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് കുറക്കാൻ കഴിയും. ഇതൊക്കെയാണ് മെഡിറ്റേഷൻ കൊണ്ടുള്ള ഗുണങ്ങൾ. ഇത് മാത്രമല്ല, ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് എക്സാം എഴുതാൻ വേണ്ടി കുറച്ച് ഗുണങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ഈ മെഡിറ്റേഷൻ ഇപ്പൊ മോഡേൺ സൈക്കോളജിയിൽ മെഡിറ്റേഷൻ തെറാപ്പികളിലും മെഡിറ്റേഷൻ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണത് MBSR. അതിന്റെ വിശദീകരണം അതിൽ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാം. MBSR എന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾ. ഇതൊക്കെ എന്താണ്? ഓരോ തെറാപ്പികളും മെത്തേഡുകളൊക്കെയാണ്. ഇത് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. പലതരത്തിലുള്ള തെറാപ്പികൾ ക്ലയന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറൊക്കെ ഉണ്ട്. ഇത് എന്താണ്? ഒരു 8 ആഴ്ച ഉള്ള ഒരു പ്രോഗ്രാമാണ്. ഇതിലൂടെ എന്ത് ചെയ്യും? എന്താണ്, ഒരു വ്യക്തി എന്ത് ചെയ്യും? ഇവിടെ എന്താ 8 ദിവസം ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യും? ഒരു ഒരു ട്രെയിനിങ് കൊടുക്കും. ആ ട്രെയിനിങ്ങിൽ മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന ഒരു എന്താണ് പ്രോഗ്രാമാണ്. ഇതിലെന്ത് ചെയ്യും? മെഡിറ്റേഷൻ, ബ്രീത്തിങ്, യോഗ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കൊടുക്കും. പ്രസന്റ് മൂവ്മെന്റിനെ ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ, അതായത്
പാസ്റ്റിലേക്കും ഫോക്കസ് ചെയ്യാതെ ഫ്യൂച്ചറിലേക്കും ഫോക്കസ് ചെയ്യാതെ പ്രസന്റ് മൂമെന്റിൽ വിത്തൗട്ട് ജഡ്ജ്മെന്റ് ഫോക്കസ് ചെയ്തിരിക്കുകയാണ് ഇതിലൂടെ പറയുന്നത്. ഇത് മാത്രമല്ല, ഇതൊരു ഒരുപാട് വിശാലമായൊരു മെത്തേഡാണ്. ഇവിടെ ഇത്രയാണ് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, ഇതിൽ പ്രസന്റ് മൂവ്മെന്റിനെ കുറിച്ചും പാസ്റ്റ് മൂവ്മെന്റിനെ കുറിച്ചും ചിന്തിക്കാതെ, അല്ല, ഫ്യൂച്ചറിനെ കുറിച്ചും പാസ്റ്റിനെ കുറിച്ചും ചിന്തിക്കാതെ പ്രസന്റ് മൂവ്മെന്റിൽ ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ ഫോക്കസ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ്. ഫ്യൂച്ചറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവും, ഭയം ഉണ്ടാവും. പാസ്റ്റിനെ കുറിച്ച് ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, ദുഃഖം ഉണ്ടാവും. കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചാൽ നമുക്ക് ദുഃഖമാണ് ഉണ്ടാവും. വരാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിച്ചാൽ നമുക്ക് എന്തുണ്ടാവും, ഭയം ഉണ്ടാവും. അപ്പോ ഇതൊന്നുമില്ലാതെ, ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ, ജഡ്ജ്മെന്റ് ഒക്കെ എന്തായിരിക്കും, ഫ്യൂച്ചറിലേക്കോ അല്ലെങ്കിൽ പാസ്റ്റിലേക്കോ കൊണ്ടുപോകും. അങ്ങനെയല്ലാതെ എന്താണോ നടക്കുന്നത്, പ്രസന്റ് മൂമെന്റിൽ എന്താണോ നടക്കുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്യാം. അടുത്തതാണ് എന്ത്, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറാപ്പി. നമ്മൾ CBT ബന്ധപ്പെട്ട തെറാപ്പിയാണ് ഇത്. ഇവിടെ അദ്ദേഹം ചെയ്യാണ് ഈ MBCT കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു വ്യക്തി തൻ്റെ നെഗറ്റീവ് തോട്ട് പാറ്റേണിനെ കുറിച്ച് തിരിച്ചറിയുകയും അതിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ത്, MBCT. MBCT എന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറാപ്പി. നമ്മള് നെഗറ്റീവ് തോട്ട് പാറ്റേൺസിനെ തിരിച്ചറിയാൻ വേണ്ടി മെഡിറ്റേറ്റ് ചെയ്യുകയും ഈ മെഡിറ്റേഷനിലൂടെ തൻ്റെ നെഗറ്റീവ് തോട്ട് പാറ്റേൺ മനസ്സിലാക്കി അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അടുത്താണ് അത് ആക്ട് അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി. ആക്ട് എന്ന് പറഞ്ഞാല്, ഓക്കെ, ഷോർട്ടായിട്ട് ജസ്റ്റ് പറയുന്നുള്ളൂ, തൻ്റെ തോട്ട് പാറ്റേണും തൻ്റെ ഫീലിങ്സും എന്താണെന്ന് മനസ്സിലാക്കുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഓരോ വ്യക്തികളുടെയും തോട്ട് പാറ്റേണും ഓരോ വ്യക്തിയുടെയും ചിന്തയും ഫീലിങ്സും വ്യത്യസ്തമായിരിക്കും. ആ ചിന്തയും ഫീലിങ്സും എന്താണെന്ന് മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യാം. അതിനെതിരെ ഫൈറ്റ് ചെയ്യുകയോ അതിനെ ഇല്ലാതാക്കുകയോ ശ്രമിക്കാതെ എന്താണ് തൻ്റെ തോട്ട് പാറ്റേൺ, മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ തോട്ട് പാറ്റേൺ എന്താണ്, തൻ്റെ ഫീലിംഗ് ഇപ്പൊ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അതിനെ ചിന്തയിൽ ഇപ്പോൾ ഒരാളോട് വെറുപ്പ് വരികയാണെന്ന് എഴുതാം, ആ വെറുപ്പിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ല, ആ വെറുപ്പിനെ അറിഞ്ഞുകൊണ്ടിരിക്കുക. സങ്കടം, സന്തോഷം, വെറുപ്പ്, ദേഷ്യം, ഇങ്ങനെയുള്ള ഓരോ ഫീലിങ്സ് നമുക്കുണ്ടാവും. ഈ ഫീലിങ്സിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത്, ഫീലിങ്സ് വരുന്ന സമയത്ത് ഈ ഫീലിങ്സിനെ തട്ടി മാറ്റുകയല്ല ചെയ്യാം. ആ പോയിന്റിലേക്ക് തന്നെ തൻ്റെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. തൻ്റെ തോട്ട് ഇപ്പൊ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത്, ആ തോട്ട് എന്താണെന്ന് തിരിച്ചറിയാം. അതിനെ ചിന്തയിൽ നിന്ന് നീക്കാതെ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. കുറച്ച് കഴിഞ്ഞാൽ അത് മാറിപ്പോവും. അടുത്തത് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി. അതിൽ വരുന്നില്ല കേട്ടോ, ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പി ഇതിൽ എഴുതിയിട്ടില്ല. ഇവിടെ ഡയലക്റ്റിക്കൽ ആൻഡ് ബിഹേവിയറൽ തെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്താണ്, ഇത് സാധാരണ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്കാണ് ഇത് ഈ മെത്തേഡ് യൂസ് ചെയ്യുക. ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പി, DBT. തൻ്റെ എന്താണ് തൻ്റെ ഇമോഷൻസിനെ കുറിച്ചും തോട്ടിനെ കുറിച്ചും മനസ്സിലാക്കുകയും ഇത് പെട്ടെന്ന് മാറുന്ന രീതിയെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു രീതി തന്നെയാണ്. ഇമോഷൻസിനെ കുറിച്ചും തോട്ട് പാറ്റേൺസിനെ കുറിച്ചും തിരിച്ചറിയുകയും വളരെ പെട്ടെന്ന് തോട്ട് പാറ്റേണിൽ വരുന്ന മാറ്റങ്ങൾ എന്തുകൊണ്ടാണെന്നും ശ്രദ്ധിക്കാം. വിശാലമായിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ നോക്കാം. അടുത്താണ് ട്രാൻസിൻഡന്റൽ മെഡിറ്റേഷൻ, TM ഇൻ തെറാപ്പി. ട്രാൻസിൻഡന്റൽ തെറാപ്പി, TRANSCENDENTAL മെഡിറ്റേഷൻ. ഇത് എന്താണ്,
റിപ്പീറ്റേഷൻ ഓഫ് മന്ത്ര എന്ന് നമുക്ക് പറയാം. അതായത് നമുക്ക് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണടച്ചിരുന്നിട്ട് എന്ത് ചെയ്യും, ഒരു വാക്കോ ശബ്ദമോ ഉരുവിടുന്നതിനെയാണ് എന്ത് പറയാം, ട്രാൻസിൻഡന്റൽ തെറാപ്പി, ട്രാൻസിൻഡന്റൽ മെഡിറ്റേഷൻ എന്ന് പറയാം, TM എന്ന് പറയാം. ഒരു മന്ത്രം എന്ത് ചെയ്യും, ഉരുവിട്ടുകൊണ്ടിരിക്കുക, ഒരു ശബ്ദം പുറപ്പെടുപ്പിക്കൊണ്ടിരിക്കുക, ഇതിനാണെന്ന് പറയാം TM എന്ന് പറയാം. അപ്പൊ ഇതൊക്കെയാണെന്ത് നമ്മള് എന്താണ് ആധുനിക കാലഘട്ടത്തില് മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട തെറാപ്പികൾ. ഇപ്പോ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. മെഡിറ്റേഷൻ നമുക്ക് രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ രണ്ടല്ലാത്ത വേറെ കുറെ സബ് കാറ്റഗറികൾ പറഞ്ഞു. ഇതൊക്കെ എന്താണ്, ഈ രണ്ടെണ്ണത്തിൽ വരുന്നത് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പതാഞ്ജലി എന്താണ് മെഡിറ്റേഷനെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞു. അതിൽ 3 ഘട്ടങ്ങളായിട്ടാണ് അദ്ദേഹം മെഡിറ്റേഷനെ വിശദീകരിക്കുന്നത്. ഒന്ന് ധാരണ, ധ്യാന, സമാധി. ഇത് മൂന്നല്ല, ധാരണയിൽ തുടങ്ങിയിട്ട് ധ്യാനത്തിലൂടെ സമാധിയിലെത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതിന് കൂടുതൽ വിശദമായിട്ടുള്ള വിശദീകരണം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മറ്റു പുസ്തകങ്ങൾ നോക്കിയാൽ റെഫർ ചെയ്യാൻ കഴിയും. പിന്നെ ബെനിഫിറ്റ്സ് നമ്മൾ പറഞ്ഞു. ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഫിസിക്കൽ ബെനിഫിറ്റ് ഉണ്ട്, മെന്റൽ ബെനിഫിറ്റ് ഉണ്ട്, മാനസികമായിട്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്, ശാരീരികമായിട്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്തത് മോഡേൺ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, ഇന്റഗ്രേറ്റിംഗ് മെഡിറ്റേഷൻ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് മോഡേൺ സൈക്കോളജിസ്റ്റ് ഒരുപാട് തെറാപ്പികൾ ചെയ്യാറുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ MBSR പറഞ്ഞു, MBCT പറഞ്ഞു, ACT പറഞ്ഞു, ആക്ട് പറഞ്ഞു. പിന്നെ അതിന്റെ പുറമെ നമ്മൾ PDF ഇല്ലാത്ത രണ്ടെണ്ണാണെന്ത്, ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പി, DBT. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞത് TM, ട്രാൻസിൻഡന്റൽ മെഡിറ്റേഷൻ. ട്രാൻസിൻഡന്റൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു മന്ത്രം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. അതിന് പറഞ്ഞ ആക്ട് ആണ് പറഞ്ഞത്. ആക്ട് അല്ല, ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പി, DBT. എന്ന് പറഞ്ഞാൽ നമ്മള് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് അവരുടെ തോട്ട് പാറ്റേണും ഇമോഷൻസ് ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ വ്യക്തിയുടെ തോട്ട് പാറ്റേണും ഇമോഷൻസിനെ കുറിച്ചും അവയർനെസ് കിട്ടുന്ന ഒരു തെറാപ്പിയാണ്. പിന്നെ ആക്ട് പറഞ്ഞത് നമ്മൾ എന്താണ്, ആക്ട് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി. ഇത് മറ്റൊരു തെറാപ്പിയാണ്. ഇതിൽ എന്ത് ചെയ്യണം, തന്റെ തോട്ട് പാറ്റേണിനെയും ഫീലിങ്സിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ ദേഷ്യം, വെറുപ്പ്, സങ്കടം, സന്തോഷം ഇങ്ങനെ ഒരുപാട് വരികയാണെങ്കിൽ മൈൻഡിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത്, ഇങ്ങനെ പല ഫീലിങ്സ് വരുന്ന സമയത്ത് ഇതിനെ മൈൻഡിൽ നിന്ന് ഇല്ലാതാക്കുകയല്ല ചെയ്യുക. അതിനറിഞ്ഞുകൊണ്ട്, ഇപ്പൊ ഒരു വ്യക്തിയോട് ദേഷ്യം വരുന്നുണ്ട്, അപ്പൊ ആ ദേഷ്യം ഇല്ലാതാക്കുകയല്ല ചെയ്യുക, അതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഓട്ടോമാറ്റിക് ആ ദേഷ്യം ഇല്ലാതായി മാറും. പിന്നെ നമ്മൾ പറഞ്ഞത് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറാപ്പി, CBTന്റെ ഒരു വേർഷൻ തന്നെയാണ്. പിന്നെ അതുപോലെ മൈൻഡ്ഫുൾ ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഓക്കെ, ജസ്റ്റ് കൈ തട്ടിയതാണ്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ചോദിക്കുക. അരമണിക്കൂർ തീർക്കാമെന്ന് വിചാരിച്ചിരുന്നു. നിങ്ങളെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ താങ്ക് യു.